സ്നേഹമുള്ളവരെ, ഈ സമയത്ത് നമ്മളിലൊക്കെ ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള ബന്ധനങ്ങളെ സമർപ്പിച്ച് കർത്താവ് അവയിൽ നിന്ന് നമുക്ക് മോചനം തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്നിടം വരെ ദയവായിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെ നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം ഒന്ന് കേട്ടാൽ മതി. ഞാൻ പറയുന്ന ആ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിടുതൽ, ഒരു വിമോചനം, ഒരു ഡെലിവറൻസ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മളിൽ പലരും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. അതിൽ ചില തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ നടപ്പാക്കി അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. മറ്റു ചില തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, നടപ്പാക്കിയിട്ടില്ല, നടപ്പാക്കാൻ മനസ്സിൽ പ്ലാനുണ്ട്. ഇത് രണ്ടും ഓരോ ബന്ധനങ്ങളാണ്. തെറ്റായ തീരുമാനമെടുക്കുക, നടപ്പാക്കുക, അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുക. അപ്പം ആ മേഖലയിൽ നമുക്കൊരു വിമോചനം ആവശ്യമാണെങ്കിൽ, ആ ഒരു ദുസ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്, പലതരത്തിലുള്ള ആസക്തികൾ നമുക്കുണ്ടാകാം. എന്നെയും എൻ്റെ കുടുംബത്തെയും നശിപ്പിക്കുന്ന ആസക്തികളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. മൂന്നാമത്, ചില വ്യക്തികൾക്കെങ്കിലും അപകടകരമായ ബന്ധങ്ങളാണ് ഒരു ബന്ധനം. ചില ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്നു. അവ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, ദുശീലങ്ങൾ പഠിപ്പിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു, ധാർമ്മികത നഷ്ടപ്പെടുത്തുന്നു, കുടുംബം തകർക്കുന്നു, ദാമ്പത്യം തകർക്കുന്നു, ഭാവി നശിപ്പിക്കുന്നു. അപകടകരമായ ഇത്തരം ബന്ധങ്ങളുടെ ഒരു ബന്ധനം നമ്മളിലുണ്ടോ എന്ന് നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കാം. മറ്റ് ചില നമ്മളിലുണ്ടാകാവുന്ന ചില അഡിക്ഷൻസ്, ആസക്തികൾ. ഉദാഹരണത്തിന് ജഡികതയുമായി ബന്ധപ്പെട്ട ആസക്തികൾ. അശ്ലീല ചിത്രങ്ങൾ കാണുക, വീഡിയോ കാണുക, അശ്ലീല സംഭാഷണങ്ങൾ നടത്തുക, ശരീരത്തിൻ്റെ വിശുദ്ധി കളയുന്ന പ്രവൃത്തികൾ ചെയ്യുക. ഇതും വിടുതൽ വേണ്ട ഒരു മേഖലയാണ് ചിലർക്കെങ്കിലും. മറ്റു ചിലർക്ക് ലഹരിയുടെ ബന്ധനങ്ങളാണ്. പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, ഇവയ്ക്കൊക്കെ അടിമപ്പെട്ടു പോയവർ നമ്മളില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലോ ബന്ധുമിത്രാദികൾക്കിടയിലോ ഒക്കെ ഉണ്ടായെന്ന് വരാം. അവർ ഈ അടിമത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്നാണ് സാമ്പത്തിക മേഖലയിലെ അടിമത്തം. പണത്തോടുള്ള ആർത്തി, പിശുക്ക് എന്നിവ സാമ്പത്തിക മേഖലയിലെ അടിമത്തങ്ങളാണ്. വിവേകക്കുറവും നിയന്ത്രണമില്ലാത്ത പണം ചിലവ് ചെയ്യുന്നതും അടിമത്തമാണ്. നാട്ടിലും ലോകത്തിലും നടക്കുന്ന പല സാമ്പത്തിക തകർച്ചകളും പ്രകൃതി ദുരന്തങ്ങളും മറ്റും മൂലം നമ്മുടെ സാമ്പത്തിക മേഖലകൾ ചിലപ്പോൾ തകർന്നു പോയിട്ടുണ്ട്. നിരവധി വ്യക്തികളും കുടുംബങ്ങളും സ്ഥാപനങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലും കടബാധ്യതയിലുമാണ്.
മന്ത്രവാദം, കൂടോത്രം, ശാപങ്ങൾ തുടങ്ങിയ മൂലം സാമ്പത്തിക തകർച്ചകൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ, അങ്ങ് സകലത്തിന് മേൽ അധികാരമുള്ളവനാണല്ലോ. മരുഭൂമിയിൽ പൂന്തോട്ടവും തടാകവും നിർമ്മിക്കുന്നവനാണല്ലോ. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിയവനാണല്ലോ. പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയവനാണല്ലോ. ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ അരുവി തുറന്നവനാണല്ലോ. മന്നയും കാടപ്പക്ഷിയും വർഷിച്ച് മരുഭൂമിയിൽ ജനത്തെ തീറ്റിപ്പോറ്റിയവനാണല്ലോ. കർത്താവേ, സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുമാനം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അപകടങ്ങളും മറ്റും കാരണം അധിക സാമ്പത്തിക ഞെരുക്കവും കടബാധ്യതയും ഉണ്ടാകാതെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളെ, തകർച്ചകളെ മാറ്റണമേ, കെട്ടുകൾ പൊട്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലർക്കുണ്ടാകാവുന്ന മറ്റൊരു ബന്ധനമാണ് കോപം. നമ്മളിൽ വളരെ പേര് കോപം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. അനിയന്ത്രിതമായി കോപം പ്രകടിപ്പിക്കുന്നവരാണ്. ഈ കോപപ്രകൃതി മറ്റനേകരെയും എന്നെ തന്നെയും മുറിപ്പെടുത്തിയിട്ടുണ്ട്. കോപത്തിന് പല കാരണങ്ങളുണ്ട്. അഹങ്കാരവും നിരാശയും ഉത്കണ്ഠയുമെല്ലാം കോപമുണ്ടാക്കുന്നവയാണ്. കർത്താവേ, കോപത്തിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നു വന്ന് കോപത്തിൻ്റെ മേൽ, മുൻകോപത്തിൻ്റെ മേൽ നിയന്ത്രണവും സൗഖ്യവും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് ബന്ധനം അഴിക്കേണ്ട ഒരു മേഖലയാണ് നമ്മളിൽ ചിലർക്കൊക്കെ ഉണ്ടാകാവുന്ന മുറുമുറുപ്പ്. നിരന്തരം മുറുമുറുക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. വ്യക്തികളെ ഓർത്തും സാഹചര്യങ്ങളെ ഓർത്തും മുറുമുറുപ്പുണ്ട്. ഈ മേഖലയിൽ സൗഖ്യം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലത് കാണുവാനും നല്ലത് മനസ്സിൽ സൂക്ഷിക്കുവാനും നല്ലത് ഓർക്കുവാനും നല്ലത് പറയുവാനും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. വിടുതൽ വേണ്ട മറ്റൊരു മേഖലയാണ് കുറ്റബോധവും ലജ്ജയും. ഇത് രണ്ടും നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും നശിപ്പിക്കുന്നു. കുറ്റബോധത്തിൻ്റെയും ലജ്ജയുടെയും കെട്ടുകൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മഹത്വവും ബഹുമാനവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയമാണ് മറ്റൊരു ബന്ധനം. എല്ലാവരിലും ഭയമുണ്ട് കർത്താവേ. ചിലരിൽ അത് കൂടുതലാണ്. ഭയത്തിൻ്റെയും ആകുലതയുടെയും ഉത്കണ്ഠയുടെയും ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയും ധൈര്യവും പ്രത്യാശയും നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗങ്ങളാണ് മറ്റൊരു ബന്ധനം. ചികിത്സിക്കുന്ന രോഗങ്ങളുണ്ട്, ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളുണ്ട്, ചികിത്സിച്ചിട്ട് ചികിത്സ നിർത്തിയ രോഗങ്ങളുണ്ട്, പണമില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാത്ത രോഗങ്ങളുണ്ട്, ശരീരത്തിൽ തിരിച്ചറിയുക പോലും ചെയ്യാത്ത രോഗങ്ങളുണ്ട്. കർത്താവേ, അനേക രോഗികളെ അവിടെ നിന്ന് തൊട്ടും വചനം കൊണ്ടും മറ്റു മനുഷ്യരെ ഉപയോഗിച്ചും സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവെ, എല്ലാ രോഗാവസ്ഥകളെയും രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും രോഗങ്ങളെ സൗഖ്യമാക്കണമേ, രോഗത്തിൻ്റെ കാരണങ്ങളെ നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോരോഗങ്ങളാണ് മറ്റൊരു ബന്ധനം. മാനസിക പിരിമുറുക്കങ്ങളും മനോരോഗ അവസ്ഥകളും ഉള്ളവർ നമ്മുടെ ഇടയിലുണ്ടല്ലോ. പുത്രൻ ഞങ്ങളെ സ്വതന്ത്രരാക്കിയാൽ
നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുമെന്ന കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നു. പുത്രനായ യേശുവേ, മനസ്സിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങളിൽ നിന്നും മനോരോഗങ്ങളിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ബന്ധനം മുറിപ്പെടുത്തുന്നതും ദുഷിച്ചതുമായ സംസാര രീതിയാണ്. ചിലർക്ക് അത് കൂടുതലാണ്. പരദൂഷണം പറയുക, കുറ്റം പറയുക, വിമർശിക്കുക, മുറിപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക, ഇതെല്ലാം ഓരോ ബന്ധനങ്ങളാണ്. നമ്മളിലെല്ലാം ഇത് കൂടിയും കുറഞ്ഞുമുണ്ട്. ഇവയിൽ നിന്നെല്ലാം കർത്താവേ ഒരു ഡെലിവറൻസ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നാവിനെ നിയന്ത്രിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളിലുണ്ടാകാവുന്ന മറ്റൊരു ബന്ധനമാണ് ലോകാരൂപിയുടെ സ്വാധീനം. ലൗകികമായ ആദർശങ്ങളും തത്വചിന്തകളും ലോകാരൂപിയും ഒരു മനുഷ്യനിൽ നിറയുമ്പോൾ ആത്മീയത നഷ്ടപ്പെടുന്നു. അതൊരു അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. കർത്താവെ, ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം നൽകി ലോകത്തിൻ്റെ അരൂപിയെ ഞങ്ങളിൽ നിർവീര്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നാണ് പൈശാചിക ബന്ധനങ്ങൾ. പല തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകാം. ശാപത്തിൻ്റെ, പാപത്തിൻ്റെ കെട്ടുകൾ ഉണ്ടാകാം. അപ്പം അങ്ങനെ നമ്മൾ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുമ്പോൾ ഈ ബന്ധനം എന്ന് പറയുന്നത് പൈശാചിക ബന്ധനം മാത്രമല്ല, പല തരത്തിലുള്ള ബന്ധനങ്ങൾ നമ്മളിലെല്ലാവരിലും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ബന്ധനങ്ങളും എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല. എന്നാൽ പലതും നമ്മളെല്ലാവരിലും ഉണ്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, അത് നമ്മുടെ കൂടപ്പിറപ്പായി മാറിപ്പോയി. അത് നമ്മളെ വിട്ടു പോകുന്നില്ല. അതിൻ്റെ അസ്വസ്ഥതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കണ്ടെത്തിയ ഈ ബന്ധനങ്ങളെല്ലാം നമുക്കിപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഞാൻ പലതരത്തിലുള്ള ബന്ധനാവസ്ഥകളെപ്പറ്റി പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണുകളടച്ച് അത് കേൾക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് ആ സമയത്ത് നമ്മളെല്ലാം ഒരു ആത്മപരിശോധന നടത്തിയിട്ടുണ്ട്. നമ്മളിലൊക്കെ ഉണ്ടാകാവുന്ന ചില ബന്ധനങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അഥവാ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതീ പറഞ്ഞത് ചിലതൊക്കെ എന്നെ സംബന്ധിച്ച് ശരിയാണല്ലോ, എന്നിൽ നിന്ന് മാറിപ്പോകേണ്ടതാണല്ലോ, മാറ്റാൻ ഞാൻ ശ്രമിക്കേണ്ടതാണല്ലോ എന്ന ഒരു ബോധ്യവും ഒരു തിരിച്ചറിവും ഒരുപക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അത് നമ്മളെ വിട്ടുപോകില്ല. നമ്മൾ ആഗ്രഹിക്കണം തീർച്ചയായിട്ടും. അതിനേക്കാൾ ഉപരി ദൈവം നമ്മളെ ശക്തിപ്പെടുത്തണം. ദൈവം നമുക്കൊരു അഭിഷേകം നമുക്ക് തരണം. കർത്താവ് കെട്ടുകൾ അഴിക്കണം. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ കെട്ടുകളെല്ലാം അഴിക്കണമേ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണെന്ന് പറഞ്ഞ ഈശോയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. കർത്താവേ, ഞാൻ അറിഞ്ഞതും അറിയാത്തതുമായ, ഞാൻ കണ്ടെത്തതും കണ്ടെത്താത്തതുമായ എല്ലാ ബന്ധനങ്ങളെയും എന്നിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ അഴിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെയും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും നിത്യകന്യയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിശുദ്ധ യേശു പിതാവിൻ്റെയും വിശുദ്ധ പത്രോസ് പൗലോസ് ലിഹന്മാരുടെയും മറ്റെല്ലാ അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും വിഖ്യാതനായ വിശുദ്ധ മിഖായേലിൻ്റെയും മാലാഖമാരുടെയൊക്കെ മധ്യസ്ഥതയാലും എൻ്റെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചും നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും
അഴിഞ്ഞു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ, അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിയാനുള്ള കൃപ കെട്ടട്ടെ. ആസക്തികളുടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. അപകടകരമായ തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള അഭിഷേകം കെട്ടട്ടെ. ലഹരിയുടെ ആസക്തികൾ വിട്ടുപോകട്ടെ. ജഡിക ആസക്തികൾ നീങ്ങിപ്പോകട്ടെ. സാമ്പത്തിക മേഖലകളിലെ ബന്ധനങ്ങൾ ഈശോയുടെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. സാമ്പത്തിക മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വരുമാന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കടബാധ്യതകളെ കർത്താവ് നീക്കിത്തരട്ടെ. കർത്താവെ, മുൻകോപമുള്ളവരെ സമർപ്പിക്കുന്നു. കോപപ്രകൃതി എടുത്തു മാറ്റണമേ. ആത്മസംയമനം തരണമേ. പരിശുദ്ധാത്മാവിലൂടെ കോപത്തെ നിയന്ത്രിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറുമുറുക്കുകയും എപ്പോഴും പിറുപിറുക്കുകയും ആവലാതിയും പരാതിയും പറയുന്ന സഹവ്യക്തികളെ, സഹോദരങ്ങളെ കർത്താവെ അവിടുന്ന് വിമോചിപ്പിക്കണമേ. ആ മേഖലയിൽ സ്വാതന്ത്ര്യം നൽകണമേ. ആ മേഖലയിൽ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റബോധം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലജ്ജ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിനെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഹങ്കാര ചിന്തകൾ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപകർഷത ബോധത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാരീരിക രോഗങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘം തല മുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ അവയവങ്ങളെയും സമർപ്പിച്ച് അവിടെയുള്ള രോഗപീഠകൾ നസറായനായ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മനോരോഗങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോരോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തെറ്റായ സംസാര രീതികളുണ്ട് നാവിനെ നിയന്ത്രിക്കുവാൻ അഭിഷേകം നൽകണമേ. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന, വഴിതെറ്റിക്കുന്ന സംസാരത്തിൽ നിന്ന് നാവിനെ നിയന്ത്രിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാരൂപിയുടെ സ്വാധീനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും എല്ലാ കെട്ടുകളിൽ നിന്നും മോചിപ്പിക്കണമേ. അത്ഭുതകരമായ സൗഖ്യം നൽകണമേ. അത്ഭുതകരമായ വിടുതൽ നൽകണമേ. പൈശാചിക ആധിപത്യത്തിൽ മോചിപ്പിക്കണമേ. കർത്താവേ, നീ രക്ഷിക്കുന്ന ദൈവമാണല്ലോ. നീ രക്ഷിക്കുന്ന ദൈവമാണല്ലോ. നീ ബന്ധനം അഴിക്കുന്ന ദൈവമാണല്ലോ. നീ സുഖപ്പെടുത്തുന്ന ദൈവമാണല്ലോ. നീ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ദൈവമാണല്ലോ. കർത്താവേ, നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. കർത്താവേ, കൃപ ചൊരിയണമേ. കർത്താവേ, സൗഖ്യം നൽകണമേ. കർത്താവേ, സ്തോത്രം. അടയാളങ്ങൾ സംഭവിക്കട്ടെ. കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. ആ ശരീരവും മനസ്സും സ്വാതന്ത്ര്യവും സൗഖ്യവും പ്രാപിക്കട്ടെ. കർത്താവേ, നന്ദി. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. വിടുതലിനാത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. അഭിഷേകമേ, കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ.
ഇസ്രായേലിൻ പ്രകാശമേ അഗ്നിയ ജ്വലിക്കണമേ. ഇസ്രായേലിൻ പ്രകാശമേ അഗ്നിയ ജ്വലിക്കണമേ. എന്നിൽ കത്തി പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. കൃത്തിൽ വന്നു വസിച്ചിടണേ, കൃത്തിൽ വന്നു വസിച്ചിടണേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. സ്ത്രീകരിൽ നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിയ സ്നാനം ചെയ്യണമേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ, സാക്ഷിയായി ഉയർത്തണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. Praise the Lord. Hallelujah. Hallelujah. കരമൊന്ന് ഉയർത്തി പറയാം. Hallelujah. 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 ഈ രാത്രിയിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നല്ല ഒരു കരമടി കൊടുത്ത് കർത്താവിൻ്റെ നാമത്തെ നമുക്കൊന്ന് മാത്രം 128 സങ്കീർത്തനത്തിൻ്റെ 1 തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നിനക്ക് നന്മ വരും. നിനക്ക് എന്തു വരും? നന്മ വരും. ഈ വചനം നമുക്ക് രാത്രി പരസ്പരം ആശംസിക്കാം. അടുത്തിരിക്കുന്ന ആളുടെ കരം ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ഈ വചനമൊന്ന് പറയണം, ഉച്ചത്തിൽ പറയണം. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്ന നീ ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നിനക്ക് നന്മ വരും. ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 51:9 ഇങ്ങനെയാണ് പറയുന്നത്. കർത്താവിൻ്റെ ഭുജമേ നീ ഉണരുക. കർത്താവിൻ്റെ ഭുജമേ നീ ഉണരുക. ആത്മാവിൽ ഉണർവ് പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കാൻ ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. വിശ്വസിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ദൈവവചനത്തിലൂടെ, ദൈവ ആരാധനയിലൂടെ അതിശക്തമായ ദൈവിക ഇടപെടൽ, ഇന്നേ വരെ ദർശിക്കാത്ത ദൈവിക സമാധാനം, സ്വസ്ഥത, ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ വരാൻ സ്വർഗം ഇടയാക്കും. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമുക്കൊന്നിച്ച്
അല്പസമയം കർത്താവിനെ ആരാധിക്കണം. ആരാധനയാണ് ദൈവ ആരാധനയുടെ മർമ്മം. ദൈവാനുഗ്രഹത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നല്ല കർത്താവിനെ ആരാധിക്കാൻ ഒരുങ്ങിയാൽ, ആരാധിച്ചാൽ ദൈവകൃപയും ദൈവാനുഗ്രഹവും ദൈവമഹത്വവും ഈ രാത്രിയിൽ നിങ്ങളുടെ മേൽ സ്വർഗം തുറന്ന് ഇറങ്ങി വരും. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറയാമോ? പോരാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞു വിൽക്കുകയാണ് 43:30. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് നമ്മുടെ ശരീരവും മനസ്സും കാലുകളും കരങ്ങളും എല്ലാം ഉപയോഗിച്ച്, സ്വരമെല്ലാം ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം. അവൻ അതിനും ഉപരിയാണ്. കാരണം കാൽവരിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവൻ നൽകി നമ്മെ ഓരോരുത്തരെയും നിത്യമായി സ്നേഹിച്ച സ്നേഹം തന്നെയായവൻ വലിയ മഹത്വത്തോടെ നമ്മുടെ കൂടാരത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് ഒരു ആരാധന പറയാം. ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റിരിക്കാൻ സ്നേഹത്തോടെ. പ്രിയപ്പെട്ടവരെ, എല്ലാം മറന്ന് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ആരാണ് എന്താണെന്നൊന്നും ചിന്തിക്കരുത്. ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചില്ലേ? മഹത്വത്തിൻ്റെ രാജാവ്, പരമപരിശുദ്ധനായവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇത്രമാത്രം നമ്മെ സ്നേഹിച്ചവൻ, തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കുമായി ചിന്തിയ നല്ല ദൈവം. കണ്ണുകളൊന്ന് അടയ്ക്കാമോ? കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഇരുകരങ്ങളെയും ഒന്ന് ഉയർത്തി, ഇരുകരങ്ങളെയും ഒന്ന് ഉയർത്തി, വായി തുറന്ന് 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 സ്വതന്ത്രമായി ഒന്ന് സ്തുതിച്ചു തുടങ്ങാമോ? ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, 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 കരമുയർത്തി ഒറ്റ വിളി വിളിക്കുന്നു. യേശുവേ, വിളിക്കുക, യേശുവിനെ വിളിക്കുക. ആരാധന, 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 കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി അവനെ സ്നേഹിച്ച് അല്പസമയം ആരാധിക്കാം. എൻ പ്രേമഗീതമാ എന്നേശുനാഥനേ, എൻ പ്രേമഗീതമാ എന്നേശുനാഥനേ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. കരമുയർത്താമോ? കരങ്ങൾ ചലിപ്പിച്ച് എല്ലാം മറന്ന് ഹൃദയം ഉയർത്തി കരങ്ങൾ നെഞ്ചോട് അടുപ്പിച്ച് അവൻ്റെ സ്നേഹം നമ്മെ മറോടടക്കുന്ന സ്നേഹമാണ്. നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ സമയങ്ങളിൽ പകരാൻ ഹൃദയം തുറന്ന്
അവനെ കണ്ട് അവനെ സ്നേഹിച്ച് ആരാധിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ ആരുമില്ലേ അങ്ങേപ്പോലെ. അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ ആരുമില്ലേ അങ്ങേപ്പോലെ. അങ്ങേപ്പോലെ യേശുവേ. യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്ന ഞാൻ. ഇരുകരങ്ങളും ഉയർത്തി ആരാധിക്കുന്നു. ആരാധന 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 ഒരിക്കൽ കൂടി ആരാധന. ജീവിതം സമർപ്പിച്ച് എല്ലാം മറന്ന് ദൈവശക്തി നിറയട്ടെ. ആരാധന. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേപ്പോലെ ശോ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ അങ്ങിൽ ഞാൻ ചേർന്നിടുന്നു. സ്നേഹമേ സ്വന്തമേ അങ്ങേ ഞാൻ ചേർന്നിടുന്നു. കരങ്ങളെ ഉയർത്തി കരങ്ങൾ ചലിപ്പിച്ച് വിശുദ്ധരോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് പരമപരിശുദ്ധനെ ആരാധിക്കാം. ശക്തിയോടെ ആരാധന. ജീവിതം സമർപ്പിച്ച് ആരാധിക്കാം. എല്ലാ കെട്ടുകളും അഴിയട്ടെ.
ദൈവശക്തി ചലിക്കുന്നു. ആരാധന ആരാധന കരമുയർത്തി ഒറ്റ വിളി വിളിക്കുന്നു. യേശുവേ ശക്തി നിറയട്ടെ, ശക്തി നിറയട്ടെ, കൃപ നിറയട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അവന്റെ തിരുമുഖത്തേക്ക് നോക്കുക. ആഴമായ സ്നേഹം അവന്റെ തിരുമുഖത്ത് നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് ഈ സമയങ്ങളിൽ ചാല് കയറി ഒഴുകുന്നു. ആ സ്നേഹം അവനായി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, കുടുംബങ്ങളെ ചേർത്ത് വെക്കാം. സമർപ്പണത്തിൻ്റെ ജീവിതത്തിൽ ദൈവശക്തി കടന്നു വരും. വീണ്ടും അവനെ കണ്ടുകൊണ്ട് സ്നേഹിച്ച് അല്പം കൂടി അവനെ ആരാധിക്കാം. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളിലൂകെ, അങ്ങയിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അവനെ കണ്ടുകൊണ്ട് ഉയർത്തി യേശുവേ ശക്തി ഒഴുകുന്നു. ദൈവശക്തി ദൈവശക്തി. ആരാധന 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 ആരാധിക്കാം ആരാധിക്കാം. മടുപ്പില്ലാതെ ആരാധിക്കാം. ജീവിതം സമർപ്പിച്ച് ആരാധിക്കാം. കരങ്ങൾ നെഞ്ചോടടുപ്പിച്ച് കണ്ണുകളടച്ച് എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തിടമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ.
കരങ്ങളെയും ഉയർത്തി ജീവനോടെ കണ്ടുകൊണ്ട് എനിക്കും നിനക്കുമായി പിടഞ്ഞു മരിച്ച സ്നേഹത്തിനായി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തോളം ഉയർത്തി അവൻ്റെ വിരിച്ചു പിടിക്കപ്പെട്ട കരങ്ങളോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ ഒന്ന് വിളിക്കാമോ? വിളിക്കട്ടെ, വിളിക്കട്ടെ, യേശുവിന്റെ നാമത്തെ വിളിക്കട്ടെ. യേശു അപ്പാ, കരങ്ങൾ നെഞ്ചോട് ചേർത്തടുപ്പിച്ച് ആ സ്നേഹത്തെ ആസ്വദിച്ച് നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയാൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാതയിൽ നിർത്തിയിടണമേ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും യേശുവിന്റെ അധികാര നാമത്തിൽ മടങ്ങുമല്ലോ. നമ്മുടെ കുടുംബത്തെ, വ്യക്തിയുക്ത തളർത്തുന്ന എല്ലാ അന്ധകാരങ്ങളും നിർവീര്യമാകട്ടെ. ഇരുകരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിച്ചോ, വായി തുറന്ന് വിളിച്ചോ, ശംഖുപൊട്ടി വിളിച്ചോ. ആരാധന, ആരാധന, ശാന്തമായിട്ടിരിക്കാം. ഇരുന്നു കൊണ്ട് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ്റെ തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിൽ നീ കുറെ കൂടി പ്രകാശിതരാകും. അഭിഷേകത്തിൽ നീ കുറേയും കൂടി
പ്രകാശിത ജീവിതം നയിക്കും. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ, അവനായി സമർപ്പിക്കുമ്പോൾ, അവനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ആദരങ്ങൾ ഏറ്റു പറയുമ്പോൾ നിൻ്റെ ജീവിതം വ്യത്യസ്തമായി തീരും, അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരും. ദൈവകരങ്ങളിൽ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് നമുക്ക് പാടാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഒരുപാട് 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 ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചേർന്ന് സമർപ്പിക്കാം, പാടാം. ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാൾ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ എന്നേശുനാഥാ നീ. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന. ആരാധന ആരാധന കണ്ണുകളടച്ച് നമ്മളുടെ ജീവിതത്തിലെല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ഈ നൈറ്റ് വിജിലിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളതെല്ലാം നമുക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. സങ്കീർത്തനം 55:22 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ലൂക്ക 11:28 നമ്മൾ വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ എല്ലാ ഭാരങ്ങളും ഈ രാത്രിയിൽ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ അനേകർ ഈ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മക്കളെക്കുറിച്ചുള്ള ഭാരം കൊണ്ടായിരിക്കാം. മക്കൾ ഒരിടത്തും എത്താത്തതിൻ്റെ ഭാരങ്ങൾ, മക്കളുടെ വിവാഹം നടക്കാത്തതിൻ്റെ ഭാരങ്ങൾ, അവരുടെ രോഗങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ട ഭാരങ്ങൾ, സ്വഭാവ വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാരങ്ങൾ, എല്ലാ ഭാരങ്ങളും നമുക്ക് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. മറ്റനേകര് രാത്രിയിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് അവരുടെ സാമ്പത്തിക ഭാരങ്ങളെ പ്രതിയായിരിക്കാം. കടഭാരങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ,
എല്ലാം ഈ രാത്രിയിൽ ദൈവം നമ്മുടെ അടുത്ത് നേരിടട്ടെ. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ അപമാന ഭാരങ്ങൾ കൊണ്ട് ശിരസ് കുനിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാകാം. ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നുണ്ട്. അവൻ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിന്നെ എൻ്റെ ഭാരങ്ങൾ എടുത്തു നീക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഭാരപ്പെടുത്തുന്നതെല്ലാം ചിലർക്ക് പാപത്തിൻ്റെ ഭാരമായിരിക്കാം ഉള്ളിലുള്ളത്. ചെയ്യരുതെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്തു പോകുന്ന ചില തെറ്റുകൾ, രക്ഷപ്പെടാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾ, അതിൻ്റെ ഭാരങ്ങളുമായി വന്നിരിക്കുന്നവർ ഓർക്കുക, നിൻ്റെ ദൈവം ഈ രാത്രിയിൽ നിൻ്റെ ഭാരങ്ങൾ എടുത്തു നിൽക്കും, നിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു നീക്കും, നിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തും, നിൻ്റെ നഷ്ടങ്ങൾ നികത്തി തരും. വിശ്വാസത്തോടെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ വെക്കുക. പ്രത്യേകിച്ച് ഈ നൈറ്റ് വിജിലിൽ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഈശോയോട് ഇപ്പോൾ പറയുക. ഓൺലൈനിലൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഓർക്കുക, കർത്താവ് നിങ്ങളുടെ സമീപത്തിലുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം സമർപ്പിക്കുക. നിങ്ങളുടെ ഏകാന്തതയുടെ ഭാരങ്ങൾ, ദുഃഖഭാരങ്ങൾ, പാപഭാരങ്ങൾ, നിസ്സഹായതകളെല്ലാം ദൈവം ഈ രാത്രിയിൽ ഏറ്റെടുത്ത് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അവന്റെ കരങ്ങളിലേക്ക് സകല ഭാരങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ നിന്റെ തിരുമുമ്പിലേക്ക് ഇതാ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുമായി ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ വേദന അറിയുന്നത്, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ നിസ്സഹായതകൾ ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, അങ്ങയുടെ പക്കലേക്കല്ലാതെ മറ്റെവിടേക്ക് ഞങ്ങൾ പോകും. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കണമേ. ഞങ്ങളെ തളർത്തുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ വഴിമുട്ടലുകളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ പ്രതിസന്ധികൾ നീ പരിഹരിക്കണമേ. ഞങ്ങളുടെ കണ്ണുനീര് നീ ഓപ്പണമേ. തിന്മയുടെ കെട്ടുകൾ അഴിച്ചു കളയണമേ. ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതം തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയരട്ടെ. ഹൃദയം തുറന്ന് ശക്തി വ്യാപിക്കട്ടെ. തളർന്ന മനസ്സുകളെ ബലപ്പെടുത്തണമേ. തളർന്നുപോയ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. ഓ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. എല്ലാ നിരാശയും നീങ്ങിപ്പോകട്ടെ. ഭയം നീങ്ങിപ്പോകട്ടെ. നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. വീട്ടില് സാമ്പത്തികമായ തകർച്ചയുടെ പേരിൽ ഭാര്യയും മക്കളും നിരന്തരമായി കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയതിനാൽ മനസ്സ് തകർന്ന ഒരു മകൻ വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങിപ്പോയാലോ എന്ന് ഓർക്കുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രിയിൽ കരയാറുണ്ട്. ആ മകനെ കർത്താവ് വാരിപ്പുണരുകയും ആ കുടുംബത്തിൽ വലിയൊരു മാറ്റത്തിന് ദൈവം തുടക്കം കുറിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കള്ളക്കേസിൽ കുടുക്കിയതിന്റെ വിഷമത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരാളുണ്ട്. ക്ഷമിക്കാൻ പറയുന്നു. കർത്താവ് ഇടപെട്ട് നന്മയാക്കി മാറ്റുന്നതായിട്ട് കാണിക്കുന്നു. കർത്താവിന്റെ ശക്തി വ്യാപിക്കട്ടെ. തലയുടെ പുറകുവശത്ത് ഇടതുഭാഗത്തായിട്ട് ഒരു വേദന, ചെറിയൊരു മഴ പോലെ അത് ഓർത്ത് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് കാണിക്കുന്നു. അരക്കെട്ടിന് ചുറ്റും ചൊറിഞ്ഞ് പൊട്ടി വ്രണം പോലെയാകുന്ന
ഒരു സഹോദരിയെ കർത്താവ് തൊടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ബാങ്കിൽ നിന്നുള്ള ജപ്തി നടപടി ഓർത്ത് ഭയപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ശക്തി വ്യാപിക്കട്ടെ. ദൈവമേ, നിന്റെ മക്കളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവർക്കും ഭാരം വഹിക്കുന്നവർക്കും അത്താണിയായുള്ളൂനേ കർത്താവേ യേശുനാഥ. അത്താണി ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഇടമാണ്. കർത്താവ് നമ്മുടെ അത്താണിയാണ്. അനേക നാളുകളായി ചുമന്നുകൊണ്ട് കിടക്കുന്ന സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ ഇപ്പോൾ അവൻ്റെ മുമ്പിൽ നമുക്ക് ഇറക്കി വെക്കാം. ആരോടും പറയാത്ത വേദനകളും പറഞ്ഞാൽ മനസ്സിലാകാത്ത ദുഃഖങ്ങളും ഇന്ന് അവൻ ഏറ്റെടുക്കട്ടെ. അനേക കാലങ്ങളായി പ്രാർത്ഥിച്ചിട്ടും പരിഹാരം കണ്ടെത്താത്ത പ്രശ്നങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുന്ന മനസ്സാണോ നിന്റേത്? ആകുലതകളെല്ലാം അവൻ ഇന്ന് ഏറ്റെടുക്കട്ടെ. ഓ, ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഈ പ്രശ്നത്തിൽ എൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിന്റെ ദൈവം, ശക്തനായ ദൈവം. അവന്റെ മുമ്പിൽ ആ ഭാരങ്ങളെല്ലാം നീ വിട്ടു കൊടുക്കുക. നിന്റെ എല്ലാ നിരാശകളും ഈ രാത്രിയിൽ ദൈവം പ്രത്യാശമാകും. നിന്റെ എല്ലാ ദുഃഖങ്ങളും അവിടുന്ന് എടുത്തു മാറ്റും. അവൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി മരിച്ച ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ നിലവിളി കേൾക്കുന്നവനാണ്. അവന്റെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, അങ്ങയുടെ നിലവിളിക്കുന്ന മക്കളുടെ നിലവിളിക്കുന്നവരാൻ നൽകണമേ. കൃപതി വർഷിക്കണമേ. ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കണമേ. ഞങ്ങളുടെ തകർച്ച എടുത്തു നീക്കണമേ. ഞങ്ങളെ പുതുക്കി പണിയണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളെ തകർക്കണമേ. ഞങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അപ്പാ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അപ്പാ, അപ്പായേ, ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധിയിൽ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ പ്രതിബന്ധങ്ങളെ തകർക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരൊപ്പണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്ന് പരസ്പരം പുഞ്ചിരിച്ച് സ്തുതി കൊടുത്തിട്ടിരിക്കാം.